കണ്ണും കരളും. കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണും കരളും. 1962 സെപ്റ്റംബർ 28 ഈ ചിത്രം റിലീസ് ചെയ്തു. കമൽഹാസൻ്റെ ആദ്യത്തെ മലയാള ചിത്രമാണെന്നുള്ളതും അദ്ദേഹം ഇതിൽ ബാലതാരമായി അഭിനയിച്ചു എന്നതും ഈ സിനിമയുടെ പ്രത്യേകതകളാണ്. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചത് വർക്കല ശിവഗിരിയിൽ വച്ചാണ്. സത്യൻ, അംബിക, കമൽഹാസൻ, ബേബി വിനോദിനി, സുകുമാരി, മുതുകുളം രാഘവൻ പിള്ള, എസ്.പി. പിള്ള എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. കെ.ടി. മുഹമ്മദ് തിരക്കഥയും സംഭാഷണവും എഴുതിയ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എ.കെ. ബാലസുബ്രഹ്മണ്യമായിരുന്നു. ഇതിലെ ഗാനരചന വയലാർ, സംഗീതം എം.ബി. ശ്രീനിവാസൻ, ഗായകർ പി. ലീല, മെഹബൂബ്, ലത രാജു, രേണുക, കെ.ജെ. യേശുദാസ്, എസ്. ജാനകി. എസ്. ജാനകി സുകുമാരിക്ക് വേണ്ടി പാടിയ ഗാനമാണ് ഇതിലെ വളർന്നു വളർന്ന് നീയൊരു എന്ന ഗാനം. പിന്നീട് 45 വർഷങ്ങൾക്ക് ശേഷം ചാന്തുപൊട്ടിലാണ് എസ്. ജാനകി സുകുമാരിക്ക് വേണ്ടി പാടിയത്. ആ സിനിമയിലെ ആഴക്കടലിൻ്റെ എന്ന ഗാനമായിരുന്നു പാടിയത്. ഇതിലെ കഥ: മോഹൻ്റെ ആദ്യ ഭാര്യ മരിച്ചു. മകൻ ബാബുവിനെ കോൺവെൻറ്റിൽ പഠിക്കാൻ അയച്ചു. എല്ലാവർക്കും അമ്മയുണ്ടെന്നുള്ളതും തനിക്ക് മാത്രം അമ്മയില്ലെന്നുമുള്ള വിഷമം ആ ബാലമനസ്സിനെ വല്ലാതെ ഉലച്ചു. അമ്മ എവിടെ എന്നന്വേഷിച്ചപ്പോൾ വേലക്കാരി അവനോട് അമ്മ വൈകുണ്ഠത്തിലാണെന്ന് പറഞ്ഞു. പിന്നീട് അമ്മ വൈകുണ്ഠം എന്ന വിലാസത്തിൽ കത്തുകൾ എഴുതാൻ തുടങ്ങി അവൻ്റെ മനോവിഷമം മനസ്സിലാക്കിയ സരള ടീച്ചർ അമ്മയെന്ന രീതിയിൽ അവന് മറുപടി എഴുതാൻ തുടങ്ങി. സരള അമ്മയാണെന്ന് തന്നെ അവൻ വിശ്വസിച്ചു. വിദേശത്തായിരുന്ന മോഹൻ തിരിച്ചെത്തിയപ്പോൾ മകനും ടീച്ചറുമായുള്ള ആത്മബന്ധം അടുത്തറിയാൻ കഴിഞ്ഞു. മോഹൻ സരളയെ വിവാഹം കഴിച്ചു. സരളയ്ക്ക് കുഞ്ഞു ജനിച്ചു. അതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്ന് ബാബു സംശയിക്കുന്നു, വിഷമിക്കുന്നു. സരള തൻ്റെ അമ്മയല്ല എന്ന രഹസ്യം ബാബു തോട്ടക്കാരനിൽ നിന്നും അറിയുന്നതോടെ അവൻ മാനസികമായി തളരുന്നു. വീട്ടിൽ നിന്നും ഒളിച്ചോടുന്നു. ആത്മഹത്യയ്ക്ക് തുനിയുന്നു. എന്നാൽ തന്നെ സരള മാതൃതുല്യം സ്നേഹിക്കുന്നു എന്നവൻ മനസ്സിലാക്കി മനസ്വസ്ഥത നേടുന്നു, സന്തോഷത്തിലാകുന്നു. ഇതാണ് ഇതിലെ കഥ.